പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും നടത്തിയത്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. തൊഴിലുറപ്പ് നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളികളുടെ മേൽ അശാസ്ത്രീയമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച തൊഴിലുറപ്പ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെന്ന് ആരോപിച്ചാണ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി കേരളത്തിൽ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്ത് 125 രൂപയാണ് ഇതിന്റെ കൂലി നിശ്ചയം. അന്ന് കേരളത്തിലെ മിനിമം വേതനം കശുവണ്ടി തൊഴിലാളിക്കും കയർ തൊഴിലാളിക്കും അതിനേക്കാൾ കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ 125 രൂപ കൂലി കൊടുത്തത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിന്റെ ഈ തൊഴിലാളികൾക്ക് 125 രൂപ ദിവസക്കൂലി തീരുമാനിച്ചതിന് ശേഷമാണ് 2010 INTUCയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിന്റെ മിനിമം കൂലിയായി 125 രൂപ ഉണ്ടാകണമെന്നും കയർ തൊഴിലാളിക്കും കശുവണ്ടി തൊഴിലാളിക്കും എല്ലാ തൊഴിൽ മേഖലയിലും 125 രൂപ മിനിമം വേതനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്വാസ വേതന പദ്ധതിയുടെ ഡിമാൻഡ് ഉയർത്തിക്കൊടുത്തതിന്റെ ഒരു സൂചന ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മുഖ്യ പ്രഭാഷണം നടത്തി. വൈശാജഹാൻ PM സെയ്ദ്, തുണ്ടൽ നൌഷാദ്, വേണുഗോപാലക്കുറുപ്പ്, ഷിജു കോശി വൈദ്യൻ, ലാലി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കുക, ഇന്ന് വൈശാഖാനും സലീമും കൂടി എന്തിനാണ് സമരം സംഘടിപ്പിച്ചത് നിങ്ങൾ അറിയുക. നിങ്ങളുടെ തൊഴിലിന്റെ നിലനിൽപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നവർ പിരിഞ്ഞു പോവുകയോ ഇത്രയാണ് കണ്ടാൽ പോരാ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് നിഷേധിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.